ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 11 മാസങ്ങൾ കർത്താവ് നമ്മെ അത്ഭുതകരമായി സൂക്ഷിച്ചു, ജയത്തോടെ വഴി നടത്തി. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ വന്നപ്പോൾ കർത്താവിൻ്റെ സ്നേഹവും വാത്സല്യവും ആശ്വാസങ്ങളും നമ്മുടെ ഹൃദയത്തെ തണുപ്പിച്ചു. കർത്താവ് ഇത്രത്തോളം നമ്മെ നടത്തി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ 12ാം മാസവും 1-ാം ദിനം കാണുവാൻ ഭാഗ്യം നൽകിയ ഒരവസരം കൂടെ നൽകിയ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവ് നിശ്ചയമായി ഈ മാസം നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ദൈവപ്രവൃത്തികളുടെ ദിനങ്ങളായി കർത്താവ് മാറ്റും. ഈ മാസത്തിൻ്റെ വാഗ്ദത്ത വചനമായി കർത്താവ് നമുക്ക് നൽകുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-2 വചനങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബോനോനിൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. അതെ, കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. ഇതുവരെയും കാണാത്ത ദൈവപ്രവൃത്തികളെ മാത്രമല്ല, ഇവിടെ നാം വായിക്കുന്നത് പോലെ യഹോവയുടെ മഹത്വത്തെ, ഇതുവരെയും അനുഭവിക്കാത്ത ദൈവ സാന്നിധ്യത്തെ, ഇതുവരെ കാണാത്ത ദൈവ തേജസ്സിനെ, ദൈവിക ആത്മീക അനുഭവങ്ങളെ കാണുവാൻ, അനുഭവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. ഇവിടെ നാം വ്യക്തമായി വായിക്കുന്നു, ആരാണ് ഇത് കാണുന്നത്? ആർക്കാണ് ഈ ശോഭയും ഈ ആനന്ദവും ഈ സന്തോഷവും, ആമേൻ, സ്തോത്രം, ഉല്ലാസവും ഘോഷങ്ങളും ഉണ്ടാകുന്നത്? എവിടെയാണ് സംഭവിക്കുന്നത്? 1-2 വചനത്തിൽ നാം വായിച്ചു. 1-ാം വചനത്തിൽ മരുഭൂമിയും വരണ്ട നിലവും നിർജ്ജന പ്രദേശവും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം മരുഭൂമി പോലെ ആയിരിക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വരണ്ട നിലം പോലെ ആയിരിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ മേഖലകളും നിർജ്ജന പ്രദേശം പോലെ ആയിരിക്കാം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. അതേ, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ നമുക്കറിയാം, ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു. എന്നാൽ അവിടെ യാതൊരു മനുഷ്യൻ്റെയും യാതൊരു വ്യക്തികളുടെയും സഹായത്തോടു കൂടെ അല്ല കർത്താവ് ഈ ഭൂമിയെ ഫലവത്താക്കി മാറ്റിയത്. ഈ ഭൂമിയിൽ ഇല്ലാത്തതിനെയൊക്കെ ശൂന്യമായി കിടന്നിരുന്ന സ്ഥാനത്ത് ഉള്ളവാക്കി മനോഹരമാക്കി തീർത്തത് യാതൊരു മനുഷ്യൻ്റെയും സപ്പോർട്ടോടു കൂടിയല്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുക നാം മനുഷ്യരെ പ്രതീക്ഷിച്ച് നോക്കി ആശ്രയിച്ച് കാത്തിരിക്കുകയാണോ? പ്രഭുക്കന്മാരെ ആശ്രയിച്ചിരിക്കുകയാണോ? ഒരിക്കലും അങ്ങനെ ആകരുത്. എങ്കിൽ ദൈവം നമുക്ക് വരുത്തുവാൻ പോകുന്ന രക്ഷ കാണുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ നാളുകളിൽ ദൈവത്തിന് ഒരു മനുഷ്യൻ്റെ സപ്പോർട്ട് വേണ്ട. ആമേൻ. ആരൊക്കെ നമുക്കെതിരായിട്ട് നിന്നാലും, യാതൊരു മനുഷ്യരുടെ സഹായങ്ങൾ നമുക്കില്ല എങ്കിലും, പ്രൈസ് ദി ലോർഡ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ 11 മാസങ്ങൾ നാം കരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും വിശ്വസിച്ചിട്ടും അനുഭവിച്ചിട്ടും ലഭിക്കാത്ത ദൈവപ്രവൃത്തികളെ കാണുവാൻ, അനുഭവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. എന്നാൽ നമ്മെ ഒന്നുകൂടെ നല്ല നിലങ്ങളാക്കി നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കാമോ? നമ്മുടെ ഹൃദയത്തിൽ യാതൊരു മുള്ളും പറക്കാരെയും മുളയ്ക്കരുത്. കയ്പിൻ്റെ വേരുകൾ നമ്മുടെ ഹൃദയത്തിൽ മുളയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയത്തെ നല്ല നിലങ്ങളാക്കി, നേരുള്ള ഹൃദയമാക്കി, ആമേൻ, ദൈവകരങ്ങളെ നമ്മെ സമർപ്പിക്കാമോ? കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയെയും വരണ്ട നിലത്തെയും
നിർജ്ജന പ്രദേശത്തെയും ആനന്ദിപ്പിക്കുമാറാക്കും, ഉല്ലസിക്കുമാറാക്കും, സന്തോഷിപ്പിക്കും, ഇതുവരെയില്ലാത്ത ശോഭ നൽകും, മനോഹരമാക്കും. ആമേൻ. സ്തോത്രം. എല്ലാറ്റിനേക്കാളുപരി ദൈവ സാന്നിധ്യം അധികമായി അനുഭവിക്കുന്ന, ദൈവസ്നേഹം രുചിച്ചറിയുന്ന, ദൈവത്തിൻ്റെ ആത്മശക്തി ആത്മസന്തോഷത്താൽ നിറയപ്പെടുന്ന ദിനങ്ങളായി ഈ ഡിസംബർ മാസത്തിൻ്റെ ഓരോ ദിനങ്ങളും മാറട്ടെ എന്നാശംസിച്ചുകൊണ്ട്, ആമേൻ, പ്രാർത്ഥിച്ചുകൊണ്ട്, ആമേൻ, കർത്താവ് ഈ വചനപ്രകാരം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ 12-ാം മാസം 1-ാം ദിനത്തിനായി സ്തോത്രം. കഴിഞ്ഞ 11 മാസങ്ങൾ അപ്പാ, ഓരോ ദിവസവും കർത്താവ് നമ്മെ അത്ഭുതകരമായി ഞങ്ങളെല്ലാവരെയും കുടുംബങ്ങളായി സൂക്ഷിച്ച് പരിപാലിച്ച് ആവശ്യമായുള്ളതൊക്കെയും അതത് സമയത്ത് നൽകി ശ്രേഷ്ഠകരമായി ജയത്തോടെ നടത്തിയല്ലോ അപ്പാ. നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവ്. ഈ ഡിസംബർ മാസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ പ്രാപിക്കാത്ത വാഗ്ദത്തങ്ങൾ പ്രാപിച്ചുകൊണ്ട് യഹോവയുടെ മഹത്വത്തെയും തേജസ്സിനെയും കർത്താവെ ആത്മീയ കണ്ണുകൾ തുറന്ന് പ്രമാണത്തിലെ അത്ഭുതങ്ങളെയും യഹോവയുടെ മഹത്വങ്ങളെ കാണുവാൻ ഞങ്ങളെല്ലാവരും സഹായിക്കുന്നതിനായി സ്തോത്രം. താഴ്ത്തുന്ന സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all. Maranatha.